ഈ മണിക്കൂറിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ലഡാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളാണ്. ലഡാക്കിലെ ആക്രമണത്തിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെതിരെ കേന്ദ്ര സർക്കാർ. സോനം വാങ്ചുക്ക് അറബ് വസന്തം ശൈലിയിലുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പരാമർശങ്ങൾ നടത്തി. പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ ഇയാൾ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. ലഡാക്കിലെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ സോനം വാങ്ചുക്ക് എന്ന ആക്ടിവിസ്റ്റിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അറബ് വസന്തം എന്ന പേരിൽ ഒരു കാലത്ത് മുസ്ലിം രാജ്യങ്ങളിൽ നടന്ന ചില സംഘർഷങ്ങൾ, കലാപങ്ങൾ, അതുപോലെ തന്നെ അടുത്തിടെ ബംഗ്ലാദേശിലും നേപ്പാളും പോലെയുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ചില ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ തോതിൽ വികാരഭരിതമായി സംസാരിക്കുന്നു. അതിനുശേഷം പിന്നീട് വലിയ കലാപങ്ങളായി അത് മാറുന്നു. അപ്പോൾ അത്തരം മോഡൽ, നേപ്പാൾ മോഡൽ അല്ലെങ്കിൽ ബംഗ്ലാദേശ് മോഡൽ, അത് ലഡാക്കിലും ആവിഷ്കരിക്കുവാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത് എന്ന സൂചനയാണല്ലോ ഈ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള റിലീസിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ജിഷ്ണു, ഗൗതം, ലഡാക്കിൽ നടന്നിട്ടുള്ളത് ആസൂത്രിത സംഘർഷമാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയവും സുരക്ഷാ ഏജൻസികളും ഉള്ളത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടന്നതിന് സമാനമായി ഭരണകൂടത്തിനെതിരെ ഒരു ആസൂത്രിത നീക്കം, അത് പുതിയ തലമുറയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ആസൂത്രിത കലാപം നടത്താനുള്ള സംഭവമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കോപ്പുകൂട്ടലാണ് ലഡാക്കിൽ നടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സോനം വാങ്ചുക്ക് നടത്തി വന്നിട്ടുള്ള നിരാഹാര സമരം, ലഡാക്കിന് സംസ്ഥാന പദവി തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തി വന്നിട്ടുള്ള നിരാഹാര സമരം, അതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു. സോനം വാങ്ചുക്ക് വളരെ കൃത്യമായി യുവാക്കളെയും അല്ലെങ്കിൽ ലഡാക്കിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ തെരുവിലിറങ്ങാൻ ആസൂത്രിതപരമായി പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി. അതിലാണ് ഈ അറബ് വസന്തവും ഉൾപ്പെടെ, അല്ലെങ്കിൽ നേപ്പാളിൽ നടന്നിട്ടുള്ള ജൻസി പ്രക്ഷോഭം ഉൾപ്പെടെ ഭരണകൂടത്തിനെ എങ്ങനെ വരുതിക്ക് നിർത്താം എന്നത് സംബന്ധിച്ച് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ സോനം വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. ഇതൊരു വലിയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമം ലഡാക്കിൽ ഈ വാങ്ചുക്കിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഈ വാങ്ചുക്കിനെ പിന്തുണയ്ക്കുന്ന ചില സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ 4 പേർ അവിടെ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി 42ഓളം പേരെ അവിടെ അറസ്റ്റ് ചെയ്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ലഡാക്കിലെ സാഹചര്യം എന്തൊക്കെയാണ് ജിഷ്ണു? പുതിയ അക്രമ സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഗൗതം, നിലവിൽ ലഡാക്ക്, പ്രത്യേകിച്ച് ലേ മേഖല ശാന്തമാണ് എന്ന് പറയാം. സുരക്ഷാ ക്രമീകരണങ്ങൾ അത്രയധികം ശക്തമാണ്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഘർഷത്തെ ഒരു വലിയ കലാപമാക്കി ആളിക്കത്തിക്കാനുള്ള ശ്രമവും ഗൂഢാലോചനയും അത് സോനം വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും, ഒപ്പം കശ്മീരിൽ അതിന് സാധിക്കാത്ത ശക്തികളുടെ ഭാഗത്തുനിന്നും ലഡാക്കിൽ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞു, നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും എല്ലാം ചരിത്രം, അല്ലെങ്കിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അവിടെ ഭരണാധികാരികളെ വിറപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പോലീസിനും സുരക്ഷാ സേനയ്ക്കും വെറും നോക്കുകുത്തികളായി നിൽക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ ആളിക്കത്തിയിരുന്നു. പക്ഷേ ഭാരതത്തിൽ അതിന് ആസൂത്രണം ചെയ്തവർക്ക് സ്ഥലം മാറിപ്പോയി എന്ന് വേണം ഇന്നത്തെ പുലരിയിലെ ലഡാക്കിലെയും ലേയിലെയും സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സാധിച്ചു. അക്രമികളെ ഇന്നലെ രാത്രി തന്നെ ഏകദേശം 40-ലധികം അക്രമകാരികളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സോനം വാങ്ചുക്കും ആ നിരാഹാര സമരം ഇന്നലെ തന്നെ അവസാനിപ്പിക്കുകയും സ്വന്തം ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് ഈ അക്രമം അവസാനിപ്പിക്കണമെന്നൊരു പൊള്ളയായിട്ടുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്ക് നടത്തിയിട്ടുള്ള നിരാഹാര സമരമാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ വിടില്ല. ഒക്ടോബർ 6-ന് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ ആ ചർച്ചകൾക്ക് വഴിവെക്കാതെ, ചർച്ചകൾക്കുള്ള അവസരം നൽകാതെ, അതിനു മുൻപേ ആ സമരം ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നിട്ടുള്ളത്. വളരെ വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ അവിടെ സോനം വാങ്ചുക്കിന്റെയും മറ്റ് സമരത്തിന് നേതൃത്വം നൽകുന്നവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഭരണാധികാരികളെ വിറപ്പിക്കണമെങ്കിൽ നേപ്പാളിൽ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായി, അറബ് വസന്തത്തിന് സമാനമായി, അല്ലെങ്കിൽ ബംഗ്ലാദേശിലുമെല്ലാം നടന്നതിന് സമാനമായൊരു അതിശക്തമായിട്ടുള്ള സമരം അരങ്ങേറേണ്ടതുണ്ട് എന്ന ആഹ്വാനം ആ സമരവേദികളിൽ ഉണ്ടായി. അത് ഏറ്റുപിടിക്കാൻ കോൺഗ്രസും ഒപ്പം ഭാരതത്തിൽ ഇത്തരത്തിലൊരു കലാപം നടന്നു കാണണം എന്ന് വൈദേശിക ശക്തികളും ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ ഭാരതത്തിന്റെ മുൻപോട്ട് പോക്ക് അതിശക്തമായിട്ടുള്ള, അത് സാമ്പത്തിക സൈനിക മേഖലയിൽ അതിശക്തമായ മുൻപോട്ട് പോക്കാണ് നിലവിൽ ഭാരതം നടത്തുന്നത്. ലോകത്തിൽ പകരം വെക്കാനില്ലാത്തൊരു സൈനിക സാമ്പത്തിക ശക്തിയായി മാറാനുള്ള യാത്രയിലാണ് ഭാരതം. അതുകൊണ്ട് തന്നെ വൈദേശിക തലത്തിൽ വലിയ
ശത്രുക്കൾ അല്ലെങ്കിൽ ഭാരതത്തിനകത്ത് ഇത്തരത്തിൽ കലാപങ്ങൾ ഉണ്ടാകണം എന്ന് ആസൂത്രണം ചെയ്യുകയും അതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ശക്തികളുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കലാപത്തിന് ലഡാക്കിനെ വേദിയാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ 2019 ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത്. അന്ന് ആ നിലപാടിനെ കൈയടിച്ച് സ്വീകരിച്ച വ്യക്തിയാണ് സോനം വാങ്ചുക് എന്ന ആക്ടിവിസ്റ്റ്. അവിടെ നേരത്തെ അതിഥി ചൂണ്ടിക്കാട്ടിയതുപോലെ ആ പ്രദേശത്തെ നേതാക്കളുടെ എല്ലാം കാലങ്ങളായിട്ടുള്ള ആവശ്യം ജമ്മു കാശ്മീരിൽ നിന്ന് വേറിട്ടുകൊണ്ടൊരു ഭരണം ലഡാക്കിൽ വേണം എന്നുള്ളതായിരുന്നു. അത് യാഥാർത്ഥ്യമായി. പക്ഷേ നിലവിലെ സാഹചര്യം എന്നാൽ കാശ്മീരിൽ ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ വിഘടനവാദികൾക്കോ ഒരു ഇല പോലും അനക്കിയിടാൻ സാധിക്കാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. മുൻപ് സുരക്ഷാ സേനയെ കല്ലെറിഞ്ഞുകൊണ്ടും റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടും ഡൗൺ ടൗണിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള കലാപരിപാടികളും അവിടെ സുരക്ഷാ സേനയ്ക്ക് നടന്ന വെല്ലുവിളികളും അക്രമങ്ങളും എല്ലാം തന്നെ നമുക്ക് മുൻപിലുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു സംഭവങ്ങൾക്കും വേദിയാക്കാൻ കശ്മീർ താഴ്വരയിൽ നിലവിൽ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ബോധം വിഘടനവാദികൾക്കുണ്ട്, തീവ്രവാദികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലഡാക്കിൽ ഒരു പരീക്ഷണമാണ് നടന്നിട്ടുള്ളത്. നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമെല്ലാം നടന്നതുപോലെ ഭരണാധികാരികളെ വിറപ്പിക്കാൻ യുവതലമുറയെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അക്രമത്തിലൂടെയുള്ള ഒരു കലാപത്തിലൂടെയുള്ള സമരപാത നടക്കുമോ എന്നുള്ള പരീക്ഷണമായിരുന്നു ലഡാക്കിൽ നടന്നിട്ടുള്ളത്. പക്ഷേ അതിനെ കൃത്യമായി നേരിടാൻ രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയ്ക്ക് നടന്നു. തീർച്ചയായിട്ടും അവിടെ നാശനഷ്ടങ്ങളുണ്ടായി. BJPയുടെ അവിടുത്തെ സ്റ്റേറ്റ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. കൂടാതെ കൗൺസിലർ സെക്രട്ടേറിയറ്റ് തീവെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. 4 പേർ കൊല്ലപ്പെട്ടു. അത്തരത്തിലൊരു പ്രത്യക്ഷ സമരം അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള കലാപം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും അതിനെ വളരെ കൃത്യമായി നേരിടാനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനും സാധിച്ചിട്ടുണ്ട്. നിലവിൽ ലേ പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. അവിടെ 5-ൽ കൂടുതൽ ആളുകൾ ചേർന്ന് നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രകാരം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ലേ പ്രദേശത്ത് പ്രത്യേകിച്ച് ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നത്തെ പുലരിയിൽ യാതൊരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്രമകാരികളെ അടിച്ചൊതുക്കാനും നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്ത് മറ്റൊരു സ്ഥലങ്ങളിലും ഇത്തരത്തിലൊരു കലാപം നടത്താൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. മുമ്പ് നമുക്കറിയാം, മുംബൈയിലാണെങ്കിലും കൊൽക്കത്തയും ബാംഗ്ലൂരും ജമ്മു കാശ്മീരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി സ്ഫോടനങ്ങളും കലാപകാരികൾക്ക് യഥേഷ്ടം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അത് മതത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ ഭൂപ്രദേശത്തിന്റെ പേരിലും എല്ലാം തന്നെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വലിയ മാറ്റം വരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാകുന്നു. രാജ്യത്ത് ജനങ്ങളുടെ സമാധാനം ചോദ്യം ചെയ്തുകൊണ്ട് ആയുധമെടുക്കുന്നവർക്കെതിരെ അതേ രീതിയിൽ തിരിച്ചടി നൽകാൻ ഇന്ന് രാജ്യത്തിന്റെ സുരക്ഷാ സേന സുസജ്ജമാണ്. അതുതന്നെയാണ് ലഡാക്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ എടുത്തു പറയേണ്ടത് രാജ്യത്തിനകത്ത് നമ്മുടെ മണ്ണിൽ ഇതിൽ വളരെ സങ്കീർണമായ മറ്റൊരു പ്രശ്നം, നമ്മുടെ നാട്ടിലെ ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഈ നടക്കുന്ന സംഘർഷങ്ങൾക്ക്, കലാപങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ഒന്ന്, BJP തന്നെ ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിമർശനം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നമുക്കറിയാം, രാഹുൽ പല ഘട്ടങ്ങളിലും ഈ ലഡാക്കിലേക്ക് പോയി അവിടെ നിന്ന് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ ഒരു ചരിത്രം ലോക്സഭാ പ്രതിപക്ഷ നേതാവിനുണ്ട്. അതൊരു വസ്തുതയാണ്.